എന്തിനാണ് നിങ്ങൾ എൻ്റെ മുഖം കാണുന്നത്? നമ്മൾ തീരുമാനിച്ചു. നമ്മുടെ പാട്ട് ബേസിക്കലി ഇത്രേ ഉള്ളൂ. ഒരു പാട്ടിറക്കുമ്പോൾ അതിൻ്റെ പിന്നിലെ പ്രോസസ്സ്, അതായത് നമ്മൾ എന്തുമാത്രം അതിൽ എങ്ങനെയാണ് ഒരു ജേണി നമുക്ക് വരുന്നത്. ഒരു റാൻഡംലി ഒരു സോങ് നമ്മൾ ചുമ്മാ ഒരു ഐഡിയ കിട്ടി വരാണ്ട് ഹൗ ഡിഡ് ഐ റീച്ച് ഹിയർ, അല്ലെങ്കിൽ ഈ ഒരു തോട്ട് എനിക്ക് എങ്ങനെ ഉണ്ടായി എന്നുള്ളത് എല്ലാവരും കാണിക്കാമെന്ന് ഓർത്തു. പിന്നെ ബേസിക്കലി ഒരു പ്രഷറുണ്ടല്ലോ, നമ്മൾ പല ഫേസസിൽ പല ലുക്കായിരിക്കും എനിക്ക് മൈൻഡ് ചെയ്യേണ്ടത്. നമ്മൾ എല്ലാം വ്ളോഗ് ചെയ്യണം, നമ്മളെല്ലാം നമ്മളെ എല്ലാം പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നാലേ നമുക്ക് റീച്ച് കിട്ടുള്ളൂ എന്നൊക്കെ എല്ലാവരും പറയുന്നു. എസ്പെഷ്യലി എൻ്റെ അനിയത്തി, അവളുടെ പേര് കണ്ണു. അവളിങ്ങനെ വിറപ്പിച്ചുകൊണ്ടിരിക്കും, തളർത്തും. പക്ഷേ അത് മോട്ടിവേഷനാണ് ആക്ച്വലി. അപ്പോൾ ഇത് ഞാൻ അവൾക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. എപ്പോഴും സോങ്സ് കിട്ടുമ്പോൾ ഐ തിങ്ക് വിൽ ഓൺലി ഗെറ്റ് ലൈക്ക് എ ഹുക്ക്. ഫുൾ സോങ് ആയിട്ടൊന്നും എനിക്കറിയില്ല, ഞാൻ എൻ്റെ കാര്യം പറയുന്നത്. ഒരു ഫുൾ സോങ് ആയിട്ടൊന്നും കിളി ചിരിക്കാൻ പറ്റുക, നല്ല കിളിയായിരുന്നു. അപ്പോൾ ഒരു ഹുക്ക് കിട്ടി, നമ്മൾ ആ ഹുക്കിനൊരു ഹെഡും ടെയിലും ഫിറ്റ് ചെയ്യുക, ഒരു പാട്ടായിട്ട് ഇറക്കുക. സോ ദിസ് ഈസ് ഐ ഗോഡ്. നമ്മൾ ജസ്റ്റ് അത് മൂളാം. തരരരാ തരാരിരിരി തരരരാ തനീ കരളിലെ തരാരിരി തരരരാ തരരാരരാ. അപ്പോൾ എനിക്ക് കിട്ടിയ വാക്കുകളൊക്കെ ഇങ്ങനെ നമ്മളൊരു ഗിബറിഷ് വെച്ച് ആദ്യം പാട്ടുകൾ ഉണ്ടാക്കുന്നത്. മധുമതി നീ മധുമതി പുനരാനിനി കരളിലെ താരാരിരി തരരരാ തനാ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ അത് ട്യൂണായി കഴിഞ്ഞാൽ എഴുതാൻ അറിയുന്ന ആരുടെങ്കിലും കൊടുക്കും, അല്ലെങ്കിൽ നമ്മൾ അധികം പൈസ ഇല്ലാണ്ട് നമുക്ക് എഴുതി തരുന്ന നമ്മുടെ പാർട്ട്ണർ അല്ലെങ്കിൽ ചേച്ചിയാണ്, അങ്ങനെയുള്ളവർക്കൊക്കെ കൊടുത്ത് ഒപ്പീനിയൻസ് കൊടുത്ത് നമ്മൾ എടുക്കും. ഐ എം ജസ്റ്റ് ടേക്കിംഗ് എവറി വൺസ് ഐസ് ടു ദിസ്. ആരൊക്കെ കാണും കേൾക്കുമെന്നൊന്നും അറിയില്ല. ബട്ട് ഐ തിങ്ക് ഇറ്റ് വിൽ ബി ആൻ ഇൻട്രസ്റ്റിംഗ് ജേർണി എനിക്കും. So I think let's do this.